ഹലോ, എവർഗ്രീൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു നമ്മുടെ ഫാമിനോടൊപ്പം തന്നെ ചാണകപ്പൊടി നിർമ്മാണത്തെക്കുറിച്ചും ചാണകപ്പൊടിയെ ക്രമീകരിക്കുന്ന രീതിയെക്കുറിച്ചും ഒരു വീഡിയോ ഇടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ. ചാണകപ്പൊടി രണ്ട് രീതിയിൽ നമുക്ക് സംസ്കരിച്ചെടുക്കാം. ഒന്ന്, ചാണകം വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. വെയിലത്ത് ഉണക്കിയെടുക്കുന്നതിനേക്കാൾ നല്ലത് ആരോഗ്യയുക്തമായ ചാണകപ്പൊടി നമുക്ക് നിർമ്മിക്കണമെങ്കിൽ നമ്മൾ അതായത് തണൽ കലർന്ന, അതായത് കാറ്റുകൊണ്ട് ചാണകപ്പൊടി ഉണങ്ങണം. കാറ്റ് കൊണ്ട് ഉണക്കത്തക്ക വിധത്തിൽ വേണം ചാണകപ്പൊടിയുടെ ക്രമീകരണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അത് തറയിൽ നമ്മൾ സ്വാഭാവികമായി അത് ചിക്കി ഉണക്കാൻ വേണ്ടി ചിക്കി ഇടാറാണ് പതിവ്. അപ്പോൾ അതിന് ഒരു എളുപ്പ വഴി എന്നത് മറ്റൊന്നുമല്ല. ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ്. ചാണകം വെതറി ഇട്ടതിന് ശേഷം കുറച്ച് അരി വാരി ഇതിൻ്റെ പുറത്ത് അങ്ങ് എറിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് നാടൻ കോഴികളുണ്ട്. നാടൻ കോഴികളെ തുറന്നു വിട്ട്, അപ്പോൾ ഇവർ കയറി ഈ മേയുന്ന ആ കൂട്ടത്തിൽ ഇതിനെ ചിക്കി നല്ല രീതിയിൽ തന്നെ അതിനെ ചിക്കി തരാറുണ്ട്. അപ്പോൾ നമ്മൾ അരി വാരി ഇടുന്നത് അതുകൊണ്ടാണ്. ഇത് കൊത്തിപ്പറക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതിനെ നല്ല രീതിയിൽ പൊടിച്ച് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. നാടൻ കോഴി പ്രയോഗം അത് ഒരു രീതിയാണ്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നതാണ് ശാസ്ത്രീയമായ രീതി. അതിന് ടാർപോളിൻ നമ്മൾ നല്ല രീതിയിൽ വിരിച്ചിട്ടതിന് ശേഷം ഈ ചാണകം കൂന കൂട്ടിയാണ് വയ്ക്കേണ്ടത്. അതായത് കൂന കൂട്ടി ചാണകം വച്ചതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്തായിട്ട് ഒരു പൊതി കക്ക, അതായത് ഏകദേശം ഒരു 5 കിലോ പാക്കറ്റ് കക്ക നമുക്കിപ്പോൾ കിട്ടാറുണ്ട്. അതിൻ്റെ ഒരു പകുതിയോളം, അതായത് ഒരു 2.5 കിലോ കക്ക ഇതിൻ്റെ മേളിൽ വാരി വെതറാറാണ് പതിവ്. വെതറിയതിന് ശേഷം ടാർപോളിന് നല്ല രീതിയിൽ തന്നെ, പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഇതിനെ മറിച്ചും ചെയ്യാം. അതായത് ചാണകം മറിച്ച് കുഴച്ച് ഇത്രയും കക്ക നമ്മൾ ഇതിനുള്ളിലിട്ട് കുഴച്ച് മറിച്ചും വയ്ക്കാറുണ്ട്. അപ്പോൾ കുഴച്ച് മറിച്ച് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ കക്കയുടെ പ്രയോഗം കൂടെ നടത്തിയതിന് ശേഷം ഇതിനെ നല്ല രീതിയിൽ എയർ കയറാത്ത രീതിയിൽ നല്ല പൊതിഞ്ഞ് കെട്ടി അങ്ങ് വിടുകയാണ് ഇത് സാധാരണയായി ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊതിഞ്ഞ് കെട്ടി കഴിയുമ്പോഴത്തേക്ക് ഇതിനുള്ളിലുള്ള ഭയങ്കരമായ കക്ക കൂടെ ഇട്ട് കഴിയുമ്പോൾ ഇത് ഭയങ്കരമായ ഹീറ്റാവുകയാണ്. ഈ ചാണകം നല്ല രീതിയിൽ ഹീറ്റായി 15 ദിവസം ഇവനെ ഈ ടാർപാളിൻ അനക്കാതെ നമ്മൾ ഇങ്ങനെ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. മൂടി വെച്ച് കുറച്ച് എന്തെങ്കിലും വെയിറ്റും കയറ്റി വയ്ക്കും. 15 ദിവസം കഴിയുമ്പോൾ ഇവൻ നല്ല രീതിയിൽ പൊടിയാൻ തുടങ്ങും. 15 ദിവസത്തിന് ശേഷം നമുക്ക് പിന്നെ നമ്മളതിനെ എടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിൽ പൊടിഞ്ഞ് പുട്ടുപൊടി പോലെ, നല്ല പൗഡർ പോലെ പൊടിഞ്ഞ് ഈറനുള്ള ചാണകപ്പൊടി നമുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാണകപ്പൊടിയുടെ യഥാർത്ഥ പ്രോസസ്സിങ് അതാണ്. ഈറനുള്ള ചാണകപ്പൊടി നമുക്ക് ഉണ്ടാക്കണം. അതാണ് നമ്മൾ ഈ വാഴ കൃഷിക്കായാലും മറ്റുള്ള ഏത് കൃഷിക്കായാലും നമുക്ക് ഏറ്റവും ഉപയുക്തമായ ഒരു ചാണകപ്പൊടി എന്ന് പറയുന്നത് ഈറനുള്ള ചാണകപ്പൊടിയാണ്. അല്ലാതെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്ന ചാണകപ്പൊടിക്ക് ഗുണശേഷി കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ടാർപോളിനിൽ പൊതിഞ്ഞ് 15 ദിവസത്തോളം വെച്ച് എടുക്കുന്ന ഈ ചാണകപ്പൊടി നമുക്ക് ഏത് പച്ചക്കറികൾക്കും ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിന് പെട്ടെന്ന് അതിൻ്റെ ഒരു എഫക്റ്റ് ചെടികളിൽ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ടാർപോളിനിട്ട് നല്ല രീതിയിൽ മൂടി പൊതിഞ്ഞ് വയ്ക്കുക എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രോസസ്സിങ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഞാൻ ചെയ്യുന്ന ഒരു രീതിയെ ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു എന്നതാണ്. അതായത് ചാണക സംരക്ഷണം വളരെ കെയറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഫാം നടത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചാണകപ്പൊടി നല്ലൊരു മാർക്കറ്റിംഗ് പ്ലേസാണ്.
എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പശു വളർത്തുന്നവർ, അതായത് ഉരുണ്ട ചാണകമായാലും അതിനെ ശേഖരിച്ച് വെച്ച് അതിനെ നിങ്ങൾ അത് വളമാക്കി എടുക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ, ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ കിലോയ്ക്കാണ് നമ്മൾ സാധാരണ ഈ അഗ്രികൾച്ചർ യൂണിറ്റുകളുണ്ട്. അഗ്രികൾച്ചറിൻ്റെ വിത്തും കാര്യങ്ങളുമൊക്കെ വിൽക്കുന്ന അഗ്രികൾച്ചർ യൂണിറ്റുകളുണ്ട്. അവിടെ 5 കിലോയുടെ ഒരു പാക്കറ്റിന് 25-30 രൂപയ്ക്ക് അവർ കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുകയും അത് 50, 55, 60, 70 രൂപയ്ക്ക് വരെ വിറ്റും പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്ഥലപരിമിതിയുള്ളവർ ഈ അല്ലാതെ ഉണക്കാൻ, ഞാൻ ആദ്യം പറഞ്ഞ ഒരു പ്രോസസ്സിങ് സംവിധാനം നടക്കത്തില്ല. കാര്യം അതിന് എന്തായാലും സ്ഥലം ആവശ്യമാണ്. അപ്പോൾ രണ്ടാമത് പറഞ്ഞ സംവിധാനം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. പിന്നെ ഇത്തരം അറിവ് കലർന്ന അനുഭവത്തിലൂടെ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കഴിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.